നമസ്കാരം. ന്യൂസ് 3 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിനും SBIക്കും തിരിച്ചടി. എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി. തിരിച്ചറിയൽ കോഡ് അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നും ഉത്തരവ്. വ്യാഴാഴ്ചയ്ക്ക് മുൻപ് സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിയിൽ പരിഹാരം. കുടിശ്ശിക ഉടൻ നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചതായി വിതരണക്കാർ. 1 കോടി രൂപ ഇന്ന് തന്നെ അനുവദിക്കും. മരുന്ന് വിതരണം ഉടൻ തുടങ്ങും. കടുത്ത വേനൽച്ചൂടിലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തിളയ്ക്കുന്നു. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പങ്കാളികളെന്ന ആരോപണം വിടാതെ UDF. ചിത്രം പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാർ. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതയും ചർച്ചയാക്കി UDF. കേന്ദ്ര അവഗണനയും പ്രചാരണായുധമാക്കി LDF. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIPകളും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കലാമണ്ഡലം ഗോപിയുടെ മകൻ. സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ വേണ്ടെന്നും മകൻ രഘുരാജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ആരോപണം തള്ളി സുരേഷ് ഗോപി. തന്റെ ചിത്രം വെച്ച് പ്രചരണം വേണ്ടെന്ന് ടൊവിനോ തോമസ്. ടൊവിനോ തോമസിനൊപ്പമുള്ള ചിത്രം പിൻവലിച്ച് VS സുനിൽകുമാർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED നീളുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം. ചില രാഷ്ട്രീയക്കാർക്കെതിരെ തെളിവുണ്ടെന്നും നോട്ടീസ് അയക്കേണ്ടതുണ്ടെന്നും ED. പേരാമ്പ്ര അനു കൊലക്കേസ് പ്രതി കൊടും കുറ്റവാളിയെന്ന് പോലീസ്. മുത്തേരി ബലാത്സംഗ കേസ് 1-ാം പ്രതിയായ മുജീബ് റഹ്മാൻ സമാനമായ കേസുകളിൽ വിചാരണ നേരിടുന്നു. പ്രതിക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും.